അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും തേങ്ങയും വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനും കമൻ്റ് അറിയിച്ചാനും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഒരു പഴമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരു പഴം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നല്ലോണം പഴുത്തും ചെയ്തിരിക്കണേ. എന്നാലും ഉൾക്കൊന്നും കറുപ്പും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. പുറഭാഗം ഇങ്ങനെ തൊലി കറുത്ത് വരൽ തുടങ്ങിയിരിക്കണം. അപ്പം തന്നെ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചിട്ട് പിന്നെ നമുക്ക് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ 4 പൊളിയാക്കിയിരിക്കണേ. എന്നിട്ട് ഇത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ ഇത് കനം കുറച്ചിട്ട് ചെയ്യരുത്. കുറഞ്ഞൊരു കനത്തിൽ വേണം ഇതിങ്ങനെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ പകുതിയാണ് ചിരകി എടുക്കണത് കേട്ടോ. ഈ ഒരു മുറിൻ്റെ പകുതിയോളം തേങ്ങയാണ് നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ട് ചിരകി എടുക്കണത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചാണ്ട് അതിക്കൊരു 1.5 സ്പൂണോളം നെയ്യുണ്ട് കേട്ടോ. നാടൻ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. നെയ്യ് ഏതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുത്താൽ മതി. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ ആദ്യം തന്നെ നുറുക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വാടി കിട്ടണം. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഇങ്ങനെ ആവുമ്പോൾ നമുക്കിത് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ കരിയാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് ഒരു ഭാഗവും കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചിരവിയെടുത്ത ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ കണ്ടാണ്ട് വരും കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത്. കണ്ടില്ലേ, 1/2 കപ്പ് തികച്ചില്ലാത്ത രീതിയിലാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മുറി തേങ്ങൻ്റെ പകുതിയാണ് നമ്മളിവിടെ ചിരവി എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. തേങ്ങൻ്റെ ആ ഒരു പാലുണ്ടാവുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ലൂസ് പരുവത്തിലായിങ്ങാണ്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ പഴം അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 4 സ്പൂണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോഴേക്കും ഇത് നല്ലൊരു വെള്ളത്തിൻ്റെ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. കാരണം പഞ്ചസാര മെൽട്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു നീരുള്ള പോലെ ആവും കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ മെൽട്ടായി വരുന്നത് കാണും. തേങ്ങ ഒരുപാട് വറവാകാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡാക്കി കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, അങ്ങനെ മെൽട്ടായി വരുമ്പോൾ നമുക്കിത് നല്ല പോലെ അമർത്തിയാൽ ഇതായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂണൊന്നും ചേർത്ത് കൊടുക്കരുത്. വിരലുമ്പോൾ നുള്ളിയിട്ട് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. കാരണം നമ്മൾ കരിയാനോ ഇതാവാനോ ഒന്നും നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇതാ കണ്ടോ, അപ്പം നല്ലൊരു ലൂസ് പരുവത്തിലായിട്ട് ഇതൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 2.5 സ്പൂണ് അല്ലെങ്കിൽ 1/4 കപ്പ് ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് പാകമായിട്ടാണ് കിട്ടുക കേട്ടോ. 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ. മൈദ ചേർത്താൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്ത് കൊടുത്തത്.
അപ്പോൾ മൈദ ചേർത്ത് നമ്മൾ ആ ഒരു മൈദേൻ്റെ ഇതൊന്നും കാണാത്ത രീതിക്ക് അതും വേവാൻ കണ്ടിട്ട് ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് ഒറ്റക്കട്ടായിട്ട് വാങ്ങാൻ കിട്ടും. ആ ഒരു രീതിക്ക് ആണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ചട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ ഇതൊരു ഒറ്റക്കട്ടയായി കിട്ടണം. ആ ഒരു രീതിക്ക് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇതേപോലെ ഇളക്കുമ്പോഴൊക്കെ ഇങ്ങനെ അമർത്തി അമർത്തി ഇളക്കുമ്പോൾ നമുക്ക് നല്ല പോലെ മിക്സായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോസിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഒറ്റക്കെട്ടായപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിക്കണം കണ്ടില്ലേ. ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്കിത് വാങ്ങാം. ഈ ഒരു ടൈമിൽ നമുക്കിത് തൊടാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം നല്ല ചൂടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കയ്യിലോ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല പോലെ ഇതേപോലെ അമർത്തി ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതേപോലെ നല്ല പോലെ കുഴച്ചെടുക്കുമ്പോൾ നമുക്കിത് മിനുസപ്പെടുത്തിയാലൊക്കെ നല്ല പോലെ മിനുസായി കിട്ടുന്ന രീതിക്കാവും നമ്മൾ ഈ ഒരു ഇത് കണ്ടോ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവും. എങ്കിൽ പോലും ഇത് ചൂടുണ്ടാവും കേട്ടോ. ഇളം ചൂടാവില്ല, എന്നാൽ നല്ല ചൂടും ഉണ്ടാവില്ല. ആ ഒരു രീതിക്കുള്ള ചൂടുണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നെല്ലിക്കൻ്റെ വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് ഇത് കാണാനും നമുക്ക് നല്ലൊരു ഇതായി കണ്ട് കിട്ടുക, കാണാനും അതേപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്നായി കിട്ടാനൊക്കെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ കൈൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയും ചെയ്യാം. ഇതേപോലെ തന്നെ ആക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കുക. റോളിൻ്റെ പരുവത്തിലൊക്കെ ആക്കിയെടുക്കുക. പക്ഷെ ഇങ്ങനെ ചെറിയ നെല്ലിക്കനോളം പോകുന്ന ഉരുളകളാകുമ്പോൾ നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കണ്ടുള്ള ആ ഒരു രീതിക്ക് തന്നെ പലഹാരം ഉണ്ടാവും കേട്ടോ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തേക്കണം. അതിക്ക് കുറച്ച് എണ്ണ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. കാരണം എണ്ണയൊന്നും ഇനി കുടിക്കൂല, കാരണം നെയ്യൊക്കെ നമ്മൾ ആദ്യം ചേർത്തുകൊണ്ട് ഇനി എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമ്മൾ മൊത്തത്തിലും ഈ ഒരു പരുവത്തിലാണ് ഇത് ആക്കിയെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-14 എണ്ണമൊക്കെയാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ ആവുമ്പോൾ കിട്ടണത് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മളൊരു 5 എണ്ണം വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നമുക്ക് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. എണ്ണ തീരെ ചൂടില്ലാതെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. ആ ഒരു രീതിക്കാണ് നമ്മൾ എടുക്കണത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്ത് കൊടുത്താൽ നമുക്ക് വൃത്തിക്കായിട്ട് തന്നെ ഈ ഒരു പലഹാരം കിട്ടും. ഇതിങ്ങനെ ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു കുറച്ച് ടൈം നമ്മൾ കാത്തിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ആകണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് എല്ലാ ഭാഗവും ഒരേ രീതിക്ക് തന്നെ ആയി കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. പക്ഷേ തീയിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ ഒട്ടലൊക്കെ കേട്ടോ. തീ ചിലപ്പോൾ നമ്മളൊന്ന് മാറിപ്പോയാൽ ഒന്ന് കൂടിപ്പോയാലൊക്കെ ഇത് തമ്മിൽ ഒട്ടിപ്പോകും. നമ്മൾ ആവണീൻ്റെ മുന്നേ ഇളക്കി കൊടുത്താലൊക്കെ ഒട്ടിപ്പോകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതേപോലെ എല്ലാ ഭാഗവും ആകാൻ കണ്ടാണ്ട് ആക്കിയെടുക്കുക. കണ്ടപ്പോൾ നമുക്കിത് കളറ് മാറിയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം നമുക്കിത് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. എണ്ണ നല്ല പോലെ ചൂടാവണ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയത്തേക്ക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പാകത്തിനായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ഐറ്റം കോരി മാറ്റുകയാണ്. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണത്. ഇനി അടുത്ത ട്രിപ്പും നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 എണ്ണം വീതം തന്നെയാണ് അത് ഇട്ട് കൊടുക്കണത്. അങ്ങനെ നമ്മളിവിടെ മൊത്തമായിട്ടും ഇതേ പരുവത്തിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ, ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കണ്ടുകാണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിച്ചാൽ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടോ, പുറഭാഗം നമുക്കൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, അതിന് ശേഷം ഉള്ള നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ. കഴിക്കാനും വളരെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.